നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ ബയേൺ മ്യൂണിക്കിനെ നേരിടാൻ ഒരുങ്ങുകയാണ് റയൽ മാഡ്രിഡ്. അതിന് മുന്നോടിയായിട്ട് ഇന്ന് അവർക്ക് ലാലിഗയിൽ മത്സരമുണ്ട്. റയൽ സോസിഡാഡുമായിട്ട് കളിക്കാൻ ഇറങ്ങുമ്പോൾ റയലിന്റെ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് വിശ്രമം കൊടുത്തേക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഇപ്പോൾ ടോണി ക്രൂസ്, റയൽ മാഡ്രിഡിന്റെ വെറ്ററൻ താരം, ചില കാര്യങ്ങൾ പറയുന്നു. എന്താണ് തങ്ങളുടെ റോള്, തൻ്റെയും ലൂക്ക മോഡ്രിച്ചിന്റെയും ഒക്കെ റയലിലെ റോൾ എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം ബയേണിനെ തോൽപ്പിക്കുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിൽ നിന്ന് വരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ഞങ്ങൾക്ക് 2 ഇമ്പോർട്ടന്റ് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ വരുന്നുണ്ട് ബയേൺ മ്യൂണിക്കിനെതിരെ. അത് കഴിഞ്ഞ് മൂന്നാമത്തൊരു മത്സരവും ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയുക മനസ്സിലായില്ലേ? സെമിയിൽ 2 കളികൾ, ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗും. മൂന്നാമത്തെ കളി ഏതാ? അത് ഫൈനൽ മത്സരമാണ്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ 2 പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഇപ്പോഴുണ്ട്. മൂന്നാമത്തെ കളിയും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് ടോണി ക്രൂസ് പറയുമ്പോൾ റയൽ മാഡ്രിഡ് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. അവർക്ക് ഇത്തവണയും ന്യൂസിലൻഡ് ഫൈനൽ കളിക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിൽ. എന്തായാലും ടോണി ക്രൂസ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോഴും ആവർത്തിക്കുകയാണ്. എന്താണ് തൻ്റെയും ലൂക്ക മോഡ്രിച്ചിൻ്റെയും റയൽ മാഡ്രിഡിലെ റോൾ എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞ അദ്ദേഹത്തിന് അതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാനും മോഡ്രിച്ചും ഇവിടെ മറ്റുള്ളവർക്ക് സേഫ് ആൻഡ് കംഫർട്ടബിൾ എന്നൊരു ഫീൽ ഉണ്ടാക്കാൻ, കളിക്കാൻ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കാനാണ് ഞങ്ങൾ 2 പേരും ഇവിടെയുള്ളത്. ഞങ്ങളുടെ ആ ഒരു സാന്നിധ്യം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. യങ്സ്റ്റേഴ്സിനെ സഹായിക്കുക, അത് ഞങ്ങൾ ചെയ്യുന്നുമുണ്ട് എന്നാണ് ഇപ്പോൾ ടോണി ക്രൂസ് പറയുന്നത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.